ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. മക്കൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് എന്തോ ഒരു അവധിയായിരുന്നു, മകരച്ചൊവ്വ അങ്ങനെ എന്തോ ഒരു അവധിയായിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വിശക്കുണ്ട് പറഞ്ഞ് വൈകുന്നേരം. അപ്പോൾ ഞാൻ അവിടെ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് എല്ലാവരും കാണണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാഴൻ്റെ ഇല ഒക്കെ കഴുകണം കേട്ടോ. നമ്മളെ വീട്ടിൽ വാഴൊന്നുമില്ല. അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് ഉമ്മ പറിച്ചു വിടുന്നതാണ് കേട്ടോ, പൊട്ടിച്ചു വിടുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴുകിയിട്ട് ഇലയൊക്കെ നല്ല കഴുകിയിട്ട് ഗോതമ്പ് പൊടി, അതിൽ ശകലം ഉപ്പിടുമല്ലോ, ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആക്കി വെക്കുക, മിക്സാക്കി വെക്കുക. അധികം വെള്ളമാവാൻ പാടില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഏലക്കപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ തേങ്ങയും ശർക്കര ഉരുക്കിയിട്ടാണ് ചിലവർ ഒഴിക്കുക. ഞാൻ ഇങ്ങനെ തന്നെ ഇടും കേട്ടോ. അത് കടിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഇടും. കുട്ടികൾക്കും അങ്ങനെ ഇഷ്ടം കേട്ടോ. പിന്നെ തേങ്ങ ഒക്കെ ചിരകിട്ടോ, എന്നിട്ട് വാഴൻ്റെ ഇല ആക്കി കൊടുക്കുകയാണ്. അതിങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മേലെ ശർക്കരയും തേങ്ങയും ഇടുക, അത്ര പണിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് ചുട്ടെടുക്കണം കേട്ടോ ചെയ്യണത്. ഇങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മക്കൾ അപ്പുറത്തെ പറമ്പിലേക്ക് പൊയ്ക്കാണ് കേട്ടോ, മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ കണ്ണിയാങ്ങൊക്കെ വീണെടുക്കുന്നുണ്ട്, അതൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യണേ. അടുത്തതും ഇതേമാതിരിയൊക്കെ ചെയ്യുന്നെ. എന്നിട്ട് നമ്മൾ ചുട്ടിടുക കേട്ടോ. പരത്തൽ പണിയൊക്കെ പരത്തണതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടാണ് ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മക്കൾ മാങ്ങൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. അവരതിൽ ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കഴിക്കുകയാണ്. വെള്ളമാണ് വറ്റിക്കണത്. പിന്നെ അതൊക്കെ ഞാനത് ചുടുകയാണ്. എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടണില്ല, അതാട്ടോ ഞാനിങ്ങനെ പറയുന്നത്. പിന്നെന്താ ചുട്ടുകൊണ്ടിരിക്കുക. മക്കൾ കഴിക്കണം കേട്ടോ. നല്ല എരിവുണ്ട്. മറ്റേ മുളകും പൊടി ഇട്ടിട്ട്, മുളകും പൊടി അവരിട്ടത് കൂടിപ്പോയി, അവരെന്നെ ഇട്ടതാണ്. വെള്ളം കുടിക്കാൻ എരിഞ്ഞിട്ട് എനിക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട പറഞ്ഞു. അപ്പോൾ അതാ അട ഏകദേശം ആയിട്ടോ. അടയൊക്കെ ചുട്ടെടുക്കൽ കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.
കണ്ടില്ലേ ഇവിടെ ചുട്ടെടുത്താലും എല്ലാവർക്കും ഇഷ്ടം. പിന്നെ പുഴുങ്ങിയെടുക്കും ചിലവർ, അത് ഇവർ കഴിക്കൂല ആ ഒരാൾ ഇവിടെ മേലെ കയറിയിട്ടുണ്ട് പറഞ്ഞതാ. എൻ്റെ അടുത്ത് കുട്ടിയുണ്ട്. ബായ് പറയും.